നമ്മൾ ഇന്നൊരു ചലഞ്ച് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതാണ്ട് എല്ലാവരും താണ്ട് അടിപൊളിയായിട്ട് സെറ്റൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാവരും ഏകദേശം ഒരേ കളറൊക്കെയാണ് ഗൈസ്. അപ്പോൾ നമ്മുടെ ചാനലിലെ ഫസ്റ്റ് ചലഞ്ചാണ് ഗൈസ്. ഫസ്റ്റ് ടൈമാണ് ഞങ്ങൾ എല്ലാവരോടും ഇങ്ങനെ ഇരുന്നിട്ടുള്ളൊരു വീഡിയോ. നമ്മുടെ ബ്ലോഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്, പക്ഷേ ഇങ്ങനൊരു ചലഞ്ച് ഫസ്റ്റ് ടൈമാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അത്ര തന്നെ അടിച്ച് പൊളിക്കുക നമുക്ക്. അപ്പോൾ ഇത് നമ്മുടെ ഒരു അടിപൊളി സ്റ്റാർട്ടിംഗ് ആയിട്ട് നടക്കട്ടെ. അപ്പോൾ നമുക്ക് ചലഞ്ചിലേക്ക് കടക്കാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചലഞ്ച് എന്ന് പറയുന്നത് ഗസ് ദ മൂവി ചലഞ്ച് ഗൈസ്. വളരെ പുതിയ ചലഞ്ച്, വെറൈറ്റി ചലഞ്ച് അങ്ങനൊന്നും അല്ല. നമ്മൾ ജസ്റ്റ് സ്റ്റാർട്ടിങ്ങിൽ ഇത് വെച്ച് സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിച്ചു. എന്തായാലും ഇതിന്റെ വീഡിയോ നമ്മൾ കാണുന്നതിന്റെ വീഡിയോ എന്തായാലും ഇവിടെ കാണിക്കും. അപ്പം നമുക്ക് ചലഞ്ചിലേക്ക് സ്റ്റാർട്ട് ആക്കാം. പ്ലേഗ്രൗണ്ട് എന്തോന്നിത്? അത് വഴി കാട്ടല്ലേ, മറ്റേ ആ ഗെയിമാണ്, റൂട്ട് കണ്ടുപിടിക്കണ ഗെയിം. ആ ഗെയിമിന്റെ പേരെന്തുവാ അറിയില്ല. അല്ല, പട്ടണത്തിൽ ഭൂതം, ഭൂതം, ഭൂതകാല സീസൺസ് അല്ലേ ഇത്? ഭൂതകാല ഭൂതകാല ഭൂതകാലം ഭൂതകാലം അങ്ങനെ സിനിമയല്ലേ പറഞ്ഞേ? ചെയ്യാനറിയാം. എനിക്ക് 1 പോയിന്റ് ഗൈസ്. ഇരട്ട കുട്ടികളുടെ അച്ഛൻ, അങ്ങനെ സിനിമ ഉണ്ടോ? അറിയത്തില്ല, എനിക്ക് അറിയത്തില്ല സിനിമ. ഇരട്ട കുട്ടികളുടെ അച്ഛൻ അറിയത്തില്ല. നമുക്ക് നോക്കാം ഗൈസ്. മായാവി അല്ല, ഓണം. ഭഗത്ത് സിംഹമാവല്ലോ. മാവേലിയല്ലേ? മാവേലി, ഓണം, സിംഗ്, മല്ലു സിംഗ് ആണോ? അല്ലല്ലേ, വേറെ ആരും. സിംഗ് ഒക്കെ ഇങ്ങനെ വരും. അർച്ചന കവി. അർച്ചന 31 നോട്ട് ഔട്ട്. അരുണിമയ്ക്ക് 1 പോയിന്റ് ഗൈസ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോരോ പോയിന്റ് ആണ്. എനിക്ക് രണ്ടുപേർക്കും ഇതൊരു പോയിന്റ് ഒന്നുമില്ല. അപ്പൊ ഇനി അടുത്ത പടം പോയിന്റ് കാണിക്കണം കേട്ടോ സ്ക്രീനിൽ. എന്താ വരാത്ത? അത് വരും ചിലപ്പോ നെറ്റ് ഷോപ്പ് ആയി കഴിഞ്ഞാൽ ചത്തു. അർച്ചന 31 നോട്ട് ഔട്ട്. കളി കൊണ്ടുവന്ന നമ്മൾ സത്യം കളി ഉണ്ടെന്ന് ഇവരാണ്. ഫ്രീഡം ഫൈറ്റ്. ഫ്രീഡം ഫൈറ്റ്. ഫ്രീഡം ഫൈറ്റ് ആയിരിക്കും ഗൈസ്. പറഞ്ഞിരിക്കുന്നത് നമുക്കല്ലേ ഫ്രീഡം ഫൈറ്റ്. അപ്പൊ കാവ്യക്ക് ഇനി അഞ്ജലി പിടിച്ചോണേ. ഓക്കെ, ഉസ്താദ് ഹോട്ടൽ കാവ്യക്കാണ്. അഞ്ജലി ഇരട്ട കുട്ടികളുടെ അച്ഛനല്ലേ ഇത്? കുട്ടികളുടെ അച്ഛൻ, മകന്റെ അച്ഛൻ. കിളിച്ചുണ്ട മാമ്പഴം. 3 points ഗൈസ്. ആൻസർ കിളിച്ചുണ്ട മാമ്പഴം തന്നെ ആയിരിക്കും. കിളിച്ചുണ്ട മാമ്പഴം. 3 points ഗൈസ്. പൂച്ച കല്യാണം. കാക്കയ്ക്ക് പൂച്ചയ്ക്ക് കല്യാണോ? അല്ല, ഇത് മറ്റേ പുലിവാൽ. അല്ല, കാക്ക പൂച്ച കല്യാണം. കാക്കയല്ലത്. കാക്കയും പൂച്ചയ്ക്ക് കല്യാണം. കാക്കയ്ക്കും പൂച്ചയ്ക്ക് കല്യാണം എല്ലാവരും ഗസ്സാണ്. പുലിവാൽ കല്യാണം. ഞാൻ പറഞ്ഞു. 4 പോയിന്റ്സ് എന്തായാലും ഇല്ല. അങ്ങനെയാണ് എനിക്കും വേണം 1 പോയിന്റ്. പുലിവാൽ ഇത് കല്യാണം. വാൽക്കണ്ണാടി. ഞാൻ പറഞ്ഞു. അല്ല, ഞാൻ വാൽക്കണ്ണാടി ആദ്യം പറഞ്ഞേ. 3 പേർക്കും പോയിന്റ്. അഞ്ജലി ഇതൊക്കെ സിനിമ ഉണ്ടോന്ന് തന്നെ അറിയത്തില്ല. ഞാൻ കണ്ടിട്ടില്ല. തേന്മാവിൻ കൊമ്പത്ത് ഞാൻ പറഞ്ഞു.
ഞാൻ പറഞ്ഞു എനിക്ക് ഹണീന്നേ വരണുള്ളൂ, മലയാളം വരണില്ല. ഗൈസ് ഞാൻ ലീഡ് ചെയ്യുന്നു ഗൈസ്, എങ്ങനെയാണോ എന്തോ. എല്ലാം പഠിച്ചിട്ട് വന്നേ. രണ്ട് വട്ടം കല്യാണോ, രണ്ട് വട്ടം മണവാട്ടി, രണ്ടാം വട്ടം മണവാട്ടി, ഇരുചക്രമ ഇത് ചുമ്മാ ഇരുന്ന് ഗസ്റ്റ് അടിക്കാൻ മിണ്ടാണ്ടിരുന്നു. ഒരു വട്ടേ ചാൻസ് ഉള്ളു കേട്ടോ. ഇരുവട്ടം മണവാട്ടി, ഇരുവട്ടം മണവാട്ടി. അച്ഛൻ രാത്രി വീട്, അച്ഛൻ ഉറങ്ങാത്ത വീട്. അച്ഛൻ ഉറങ്ങാത്ത വീട് അവൾ പറഞ്ഞത്. അച്ഛൻ ഉറങ്ങുന്ന വീടല്ലേ, എനിക്ക് സിനിമ അറിയത്തില്ല, ഞാൻ ഗസ് പടമുണ്ട്, മൂവി ഉണ്ട്. അച്ഛൻ ഉറങ്ങാത്ത വീടുണ്ടല്ലോ. തീർന്നാടി. എനിക്ക് ഇത്ര പോയിന്റ് നമുക്ക് വീഡിയോ ചെയ്യാം. ഒരു പോയിന്റ് എങ്കിലും കിട്ടൂ. പൂച്ചക്കൊരു മണി, പൂച്ചക്കൊരു പൂച്ചക്കൊരു മണി മുക്ക എന്തോ എനിക്കറിയത്തില്ല ഗൈസ്. പൂച്ചി തന്നെ. പൂച്ചയ്ക്കൊരു മൂക്കുത്തി. ആരാ പറഞ്ഞു? ഞാനത് ആരും പറഞ്ഞത്. പറഞ്ഞില്ല, ആരും പറഞ്ഞില്ല ആരും പറഞ്ഞില്ല. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. ഉറക്കമില്ല. ഉറുമ്പുകൾ ഉറങ്ങാറില്ല, അങ്ങനെ എന്തോ ആണ്. ഏത് പടം? അങ്ങനെ മൂവി ഉണ്ട്. അങ്ങനെ ഉണ്ട്. ഉറുമ്പുകൾ ഉറങ്ങാറില്ല. അഞ്ജലി സ്കോർ ചെയ്തോ. വെൽക്കം ടു സെൻട്രൽ ജയിൽ. വെൽക്കം ടു സെൻട്രൽ ജയിൽ. വെൽക്കം ടു സെൻട്രൽ ജയിൽ. ഇരിക്കട്ടോ. വെൽക്കം ടു ഊട്ടി. അരുണിമയ്ക്കാണ് കേട്ടോ പോയിന്റ്. ദിലീപിന്റെ പടം, അവൻ ജയിലിലായിരുന്നു. വെൽക്കം ടു ഊട്ടി. ജയില് പറഞ്ഞു. മണവാട്ടി ഡോക്ടർ, കല്യാണം മണവാട്ടി മണവാട്ടി വൈദ്യൻ. അറിയത്തില്ല ഗൈസ്. വധു ഡോക്ടറാണ്. ഓ ഇല്ല. പഞ്ചാബി ഹൗസ്. ഞാനാ പറഞ്ഞേ. പഞ്ചാബി ഹൗസ്. പാട്ടുണ്ടായിരുന്നു. ബെല്ലെ ബെല്ലെ അതിനകത്ത് പാട്ട്. ഇതിപ്പോ സ്കോർ എനിക്ക് ഏതെങ്കിലും ഒരെണ്ണം പറയാനുള്ള അവസ്ഥ നമുക്ക് ഒരു അവസരം അഞ്ജലിക്ക് കൊടുക്കാം അല്ലേ? 100 days of love. 100 days of love. അതായിരിക്കില്ലല്ലോ. അല്ലല്ല, ലവ് 100 നേരത്തെ റൗണ്ട് എന്തായിരുന്നു? അറിയത്തില്ല ഗൈസ്. ഇഷ്ടമാണ് 100 വട്ടം. അറിയത്തില്ല ഗൈസ്. മേഘദൂത്. അരുണിമ സ്കോർ ചെയ്യുന്നു ഗൈസ്. അരുണിമയ്ക്കാണ് മെസ്സേജ് എനിക്ക് മേഘദൂത്. മേഘദൂത് ഗൈസ്. മേഘദൂത്. മേഘ സന്ദേശം പോയി. ഇതിന് മാർക്കില്ല കേട്ടോ ഗൈസ്. മേഘ സന്ദേശമായിരുന്നു, മേഘദൂത് പോലും. ഫോർത്ത് വീട് വടക്കുന്നു. വടക്കൊന്നും അല്ലല്ലോ. ഇതെന്താ ഇതിങ്ങനെയാണ്? അയ്യോ, എന്തോ വലതിരി നാലാമത്തെ വീട്. വലത്തോട്ട് തിരിഞ്ഞാൽ നാലാമത്തെ വീട്. പൂമുഖവാതിക്കൽ പാട്ടല്ലേ? പൂമുഖം പടി, പൂമുഖപ്പടി നിന്നേം കാത്ത്, പൂമുഖൽ പഠിക്കൽ നിന്നേം കാത്ത്, പൂമുഖ പഠിക്കൽ നിന്നേം കാത്ത്. അറിയത്തില്ല, ഞാൻ ജസ്റ്റ് പൂമുഖ പഠിക്കൽ നിന്നേം കാത്ത്. എനിക്കറിയത്തില്ല, ഞാൻ ചുമ്മാ പൂമുഖം പടി. അഞ്ജലി തോറ്റിരിക്കുന്നു ഗൈസ്. മാർക്ക് നമ്മൾ ഫൈനലൈസ് ചെയ്ക്കാം. മാർക്ക് നമുക്ക് എഡിറ്റ് ചെയ്തിട്ട്. അപ്പം നമ്മുടെ ഈ ഒരു ചാലഞ്ച് എങ്ങനെ ഉണ്ടായിരിക്കുന്നെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക ഗൈസ്. ഇതുപോലത്തെ വീഡിയോസ് ഇനിയും വേണോന്ന് കമന്റ് ചെയ്യുക. അപ്പൊ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെടുന്ന വിചാരിക്കണു. ബൈ ഗൈസ്.